ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു. നടന്മാരായ ദുൽഖർ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടന്നത്. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നികുതി കുറവാണ്. അതുകൊണ്ടാണ് അവിടെ കേന്ദ്രീകരിച്ച് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം നടത്തിയെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ്. പരിശോധനയിൽ ഡീലർമാരുടെ GST വെട്ടിപ്പും കണ്ടെത്തി. ഭീകരവാദ ഫണ്ടിംഗ് ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുകയാണ്. നടന്മാർക്ക് സമൻസ് നൽകുമെന്നും ടിജു പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലയിടത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ളതാണെന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. രോഹിണി, അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെ ഒരു വ്യാജരേഖ ചമക്കലാണ്. അവിടെയാണ് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രാധാന്യമേറിയ വിഷയങ്ങൾ പോലും അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നത് എന്ന കാര്യം ടി ടിജു പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യൻ എംബസിയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും പോലും വ്യാജരേഖകൾ ഇത്തരത്തിൽ ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്ന് കടത്തി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യാജരേഖകൾ ചമച്ചാണ് എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഭീകരവാദ ഫണ്ടിങ്ങിനെ കുറിച്ച് കൂടി അന്വേഷിക്കുന്ന വിപുലമായൊരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഫണ്ടിങ്ങുകൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ പലപ്പോഴായി സ്വർണവും ലഹരി വസ്തുക്കളും അടക്കം കടത്തിയതായും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയ കാര്യം ടി ടിജു പറയുന്നുണ്ട്. അങ്ങനെ ഗൗരവമേറിയ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കേരളത്തിൽ നടത്തിയ പരിശോധന എന്ന് പറയുന്നത് പ്രധാനമായും ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും എല്ലാം തന്നെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ദുൽഖർ സൽമാന്റെ 2 ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, റോട്ടിലിറക്കാനുള്ള സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് ഇല്ലാതെയാണ് അത് അവിടെ കൈവശം സൂക്ഷിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിൽ നടൻ അമിത് ചക്കാലക്കൽ അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ ഇവർ മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വരുന്നതിന് കൂട്ടുനിന്നത്, അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾ വാങ്ങിയത് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തും. അവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും. എന്നാൽ മനഃപൂർവ്വമല്ല, വാഹനങ്ങൾ വില കുറച്ച് കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഏജന്റുമാരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയത് എങ്കിൽ മാത്രമാണ് കടുത്ത നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആളുകളുടെ ചോദ്യം ചെയ്യൽ, ദുൽഖർ സൽമാന്റെ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ ചോദ്യം ചെയ്യലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അവർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കടക്കാനൊരുങ്ങുന്നത്. ആരിൽ നിന്നാണ് വാഹനങ്ങൾ വാങ്ങിയത്, അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ, മാത്രമല്ല ഇന്ന് നടന്ന റെയ്ഡിൽ പല സ്ഥലങ്ങളിലും GST വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഡീലർമാരുടെ GST വെട്ടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെ അറിയിക്കും. ഒപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ വാങ്ങുന്നതിനടക്കം കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ബ്ലാക്ക് മണി ഇടപാടുകളിലൂടെയാണ് പല ഡീലുകളും നടന്നിട്ടുള്ളത് എന്ന് കാര്യം വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും എന്ന കാര്യം എന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വിശദമായ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് വാഹനക്കടത്ത്, ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് കടക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.